സർ, പി.വി. അൻവറിന് ഷൗക്കത്തിനോടുള്ള അതൃപ്തി വീണ്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഞാനിപ്പോൾ കാണുന്നൊരു കാര്യം, പി.വി. അൻവർ UDF-ൽ കയറാൻ ശ്രമിക്കുന്നുണ്ട് ഘടകകക്ഷിയായിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അവർ അംഗീകരിച്ചില്ല. അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് വഴി കയറാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസുമായിട്ടും UDF-ന് വലിയൊരു താല്പര്യമില്ല, കോൺഗ്രസിന് നാഷണൽ ലെവലിൽ താല്പര്യമില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു പാർട്ടി ഉണ്ടാക്കി വന്നാൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അൻവർ ഒരു വല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. അൻവറിനെ എടുക്കണോ വേണ്ടെന്ന സമയം. അൻവറിൻ്റെ ഭയം ഞാൻ പറഞ്ഞുതരാം. ഈ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്ത് ജയിച്ചു നിന്നാൽ UDF-ന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഇപ്പോൾ പല കാരണങ്ങളാൽ അപ്പർ ഹാൻഡ് ഉണ്ട്. മണ്ഡലവും UDF-ന് പലപ്പോഴും ജയിച്ചിട്ടുള്ള ആര്യയുടെ മുഹമ്മദൊക്കെ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ UDF LDF ഒക്കെ മാറി മാറി ജയിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു മുസ്ലിം ഡോമിനേറ്റഡ് മണ്ഡലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ UDF ജയിച്ചാൽ, ഇപ്പോൾ കുറച്ചാലല്ലേ ഉള്ളൂ, ഇനി ഒരു വർഷത്തിൽ താഴെയല്ലേ ഈ ഗവൺമെൻറ്റിനുള്ളൂ, അടുത്തും ആര് നിൽക്കും? നമ്മുടെ ഷൗക്കത്ത് തന്നെ നിൽക്കും. കാരണം ഒരു വർഷമായല്ലേ ഉള്ളൂ, 5 വർഷത്തോടെ കൊടുക്കും. അപ്പം കയറി അൻവറിൻ്റെ മന്ത്രിയാവാൻ മത്സരിക്കാനുള്ളൊരു സീറ്റ്, മന്ത്രിയാവാനുള്ള സാധ്യതയൊക്കെ വലിയ തടസ്സം വരും. മന്ത്രിയാവണമെന്ന് ആഗ്രഹിക്കും, സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും. കിട്ടുമല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം അദ്ദേഹം ആഗ്രഹിക്കും. അപ്പോൾ ഇപ്പോൾ ജോയി എങ്ങനെ നിർത്തിയാൽ, ജോയി ജയിച്ചാലും ബാർഗെയിൻ ചെയ്തിട്ട് നിർത്തിയാൽ, ഷൗക്കത്തിനെ നിർത്താൻ പാർട്ടി തീരുമാനിക്കുകയും ഞാൻ ജോയി നിന്നെ ഞാൻ നിർത്താൻ സമ്മതിച്ചെന്ന് പറഞ്ഞാൽ ജോയി ഇദ്ദേഹത്തിൻ്റെ കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ജോയി എന്ത് ചെയ്ത് കൊടുക്കും? ഒരു കടപ്പാട് വരും. ഇദ്ദേഹം പറഞ്ഞിട്ടാണല്ലോ ജോയിക്ക് സീറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ജോയി ചിലപ്പോൾ ജയിച്ചാലും മാറിക്കൊടുക്കും. ഇതാണ് അൻവറിൻ്റെ രാഷ്ട്രീയം. ഷൗക്കത്തിനവിടെ വളർത്തിയാൽ അൻവറിന് നിലമ്പൂർ രാഷ്ട്രീയം പ്രയാസമായിരിക്കും. കാരണം മുസ്ലിമാണ്, പല കാരണങ്ങളാൽ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് അരമണിക്കൂർ മുമ്പ് വരെയും ഷൗക്കത്തായിരിക്കുമെന്ന് പറഞ്ഞ് ഷൗക്കത്തിൻ്റെ വീട്ടിൽ പോയി ചാനലുകളൊക്കെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് എറണാകുളത്ത് ഇപ്പോൾ ഒരു യോഗം നടക്കുന്നത്, ഷൗക്കത്തിന് വേണോ വേണ്ടേ എന്നുള്ള. അപ്പം അൻവർ ഇടയ്ക്ക് കയറി ഇടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കാമെന്ന് അറിയില്ല. സ്ഥാനാർത്ഥി ആരെന്ന് അറിയാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇപ്പം നിൽക്കും. ചിലപ്പോൾ ഒരു മണിക്കൂറിന് തീരുമാനം വരുമായിരിക്കും. അൻവർ ഷൗക്കത്തിൽ വരികയാണെങ്കിൽ അൻവറിൻ്റെ നിലമ്പൂരിൽ നിൽക്കാനുള്ള രാഷ്ട്രീയ ഭാവിയിൽ ഒരു ഭീഷണി വരും, തീർച്ചയായിട്ടും വരും. അങ്ങനെയാണെങ്കിൽ അൻവർ തിരിയുകയാണെങ്കിൽ ഇപ്പം ഷൗക്കത്തിനെ നിർത്തും. പക്ഷെ അൻവർ തിരിഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. അൻവറിൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് വീണ്ടും പ്രശ്നമുണ്ടാവും. കാര്യം അൻവർ ഇപ്പോൾ പറയുന്നത് എന്താണ്? അവസാന ശ്വാസം വരെ ഇന്നലെ പറഞ്ഞത് ഏത് ആരെ നിർത്തിയാലും, ഏത് പോത്തനെ, പല ഭാഷ ഉപയോഗിച്ചു പുള്ളി, പോത്തനെ നിർത്തിയാലും ആരെ നിർത്തിയാലും കുറ്റിച്ചൂല് നിർത്തിയാലും ഞാൻ ജയിപ്പിച്ചിരിക്കും UDF-ന് വേണ്ടി. കാരണം പിണറായിയോടൊരു ശത്രുത ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിപ്പം കടലിനും ചെകുത്താനും ഇടയിലാണ് ആര്? അൻവർ തൻ്റെ ഒരു കാൻഡിഡേറ്റിനെ ജയിപ്പിച്ചെടുക്കുകയും വേണം, എന്നാൽ വേറെ ആരിൽ നിന്ന് തോക്കാനും പാടില്ല. പിണറായിക്കെതിരെ ഒരു ജയം വേണമെന്ന് താനും. അങ്ങനെ ഒരു വല്ലാത്തൊരു മൂഡിലാണ് അൻവർ നിൽക്കുന്നത്. പക്ഷേ കോടികൾ നിലമ്പൂര് ചെലവഴിച്ചിട്ടുണ്ട് എന്ന് LDF സർക്കാർ അവകാശപ്പെടുമ്പോഴും നമുക്കറിയാം അതൊരു മലയോര മേഖലയാണ്, കൃഷിക്കാരാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ജനത്തിന് ഒരു പക്ഷേ ഇത്രത്തോളം രാഷ്ട്രീയ കളികൾ അറിയണമെന്നില്ല. അപ്പം അവർക്ക് കിട്ടിയത് ഒരു പക്ഷേ കൃഷിക്കാരൊക്കെ ആയതുകൊണ്ട് അല്ല, അവിടെ ഈ മറ്റേ വന്യജീവി പ്രശ്നമൊക്കെ വളരെ വലുതായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പം ഈ എന്നെ ചിടിഞ്ഞതൊക്കെ വലുതായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ഇവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മളെ മരുമോനെ കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുണ്ടാക്കി. മരുമോൻ ആവശ്യമില്ലാതെ അതിനകത്ത് തള്ളിമറിച്ച് നാഷണൽ ഹൈവേ എത്രയോ ഇവിടെ പണിതിട്ടുണ്ട്, എത്രയോ കാലം. ഏതെങ്കിലും സ്റ്റേറ്റ് മന്ത്രിമാർ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളാണ്? ഇത് പുള്ളി പറഞ്ഞ് പൂമാറ അങ്ങനെ തിരിച്ച് കിട്ടി പുള്ളി. അതുകൊണ്ട് കുറച്ച് പ്രയാസമുണ്ട് ഇപ്പോൾ. പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ മരണം, ബിന്ദുവിൻ്റെ വിഷയത്തിൽ കുറച്ച് ദളിത് വിഭാഗക്കാർ പിണങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും വലിയൊരു പ്രശ്നം വരാം. പിന്നെ LDF വിചാരിക്കുന്നൊരു അപ്പർ ഹാൻഡ് ഇല്ല. മാത്രമല്ല നമുക്കറിയാം ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഇപ്പോൾ വീട്ടമ്മമാരായാലും ഓരോ വീടുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ആട് വളർത്തൽ, കോഴി വളർത്തൽ, അല്ലെങ്കിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ധനം, ഇതൊക്കെ സർക്കാരിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്ന്, പഞ്ചായത്ത് വഴിയൊക്കെ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് കൂടുതൽ ജനങ്ങൾ നോക്കുന്നത്. അതിലേക്ക് എത്രമാത്രം LDF സർക്കാരിന് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്? അല്ല, ഇപ്പോൾ LDF സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ ക്ഷേമ പെൻഷനൊക്കെ അവർ കഴിഞ്ഞ LDF സർക്കാർ തിരിച്ചു വരുന്നതിനുള്ള ഒരു കാരണം കിറ്റ് കൊടുക്കലും, മറ്റൊരു കാരണം ക്ഷേമ പെൻഷൻ വളരെ കൃത്യമായിട്ട് കൊടുത്തു അവർക്ക്. പക്ഷേ അതിപ്പോൾ പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം അത് പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതും പ്രശ്നമുണ്ട്. ഇപ്രാവശ്യത്തെ ഗവൺമെൻറ്റിൻ്റെ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. DA കൊടുക്കുന്നില്ല, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണം നടക്കുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഗവൺമെൻറ്റിനുണ്ട്, ഈ രണ്ടാം പിണറായി സർക്കാരിനുണ്ട്. അതെല്ലാം ചിലപ്പം തീർച്ചയായിട്ടും തിരിച്ചടി തന്നെ വന്നേക്കാം. പിന്നെ അൻവറും ചെറിയ ആളല്ല, സാമ്പത്തികമായി നല്ല ആളാണ്, ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ അവിടെ ഉള്ള ആളാണ്, സ്കൂളും സംവിധാനങ്ങളൊക്കെ ഉള്ള ആളാണ്, വലിയ മുതലാളിയാണ്. CPM ആണെങ്കിൽ CPM അതുകൊണ്ടാണ് CPM പിടിച്ചത്. പക്ഷേ CPM എന്ന് വിട്ടെങ്കിലും വലിയ മുതലാളിയാണ്, നല്ല സ്വാധീനമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു UDF മണ്ഡലമാണ്, UDF-ന് സാധ്യതയുള്ള മണ്ഡലമാണ്. ഈ ആൻറ്റി ഇൻകംബൻസ് എല്ലാം നിൽപ്പുണ്ട്. ഇവർ പറയുമ്പോൾ അല്ല കാര്യങ്ങൾ. കാരണം ഇപ്പോൾ പിണറായിയുടെ 4ാം വാർഷികം എന്നൊക്കെ പറയുന്നത് അത്ര വലിയ പരിപാടികളൊന്നും ആയിരുന്നില്ല.
ഭയങ്കരമായ ജനപങ്കാളിത്തം കൊണ്ട് വലിയ പരിപാടിയൊന്നും ആയിരുന്നില്ല. അത് കഴിഞ്ഞല്ലോ. കേരളത്തിൽ അങ്ങനെ വലിയൊരു ചലനമൊന്നും സൃഷ്ടിച്ചില്ല. ജനസമ്പർക്ക പരിപാടി കുറച്ചുകൂടി വാർത്താ പ്രാധാന്യം കിട്ടിയതാണ്. ഇതങ്ങനെ വാർത്താ പ്രാധാന്യം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അത്ര ഒരു മാസ് ഇല്ല ഇപ്പോൾ. 2026 അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു ടെസ്റ്റ് ഡോസ് എന്നായിട്ടാണ് നമ്മൾ കേരളം കണക്കാക്കുന്നത്. LDF-നും UDF-നും ഒരുപോലെ തന്നെ നിർണായക ദിവസങ്ങൾ തന്നെയാണ് ഇനിയുള്ളത്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിരിക്കും ഇനി അടുത്തത്. തീർച്ചയായിട്ടും സ്വാധീനിക്കും. ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തൊട്ടടുത്ത് വരുന്നുണ്ട്, ഒരു വർഷത്തിനകത്ത് വരുന്നതുകൊണ്ട് ആളുകളുടെ ട്രെൻഡ് ഉണ്ടായിരിക്കും. കാരണം എപ്പോഴും കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 8-10% ആളുകളുടെ മാനസികാവസ്ഥയാണ് ഈ വോട്ടിൽ കിടന്ന് കളിക്കുന്നത്. ബാക്കി CPM-കാർ CPM തന്നെയാണ്, കോൺഗ്രസ്സുകാർ കോൺഗ്രസ് തന്നെയാണ്, NSS ഇങ്ങനെ പല പങ്കുവച്ചെടുത്തിരിക്കുന്നവർ വോട്ടുകളെല്ലാം ഉണ്ട്. ബാക്കി വരുന്നൊരു 5-10% വോട്ടാണ് ഈ കളിക്കുന്നത്. അതെപ്പോഴും ഒരു ഓസിലേറ്റിംഗ് വോട്ടെന്ന് പറയാം. നമ്മൾ ഡെമോക്രസിയിൽ ഓസിലേറ്റിംഗ് പീപ്പിളാണ്. അവരുടെ ചിന്താഗതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അവർ ഒരു സംഭവം പോലും, ഇലക്ഷൻ്റെ തലേദിവസമുള്ള ഒരു സംഭവം പോലും ചിലപ്പോൾ അവർ സ്വാധീനിച്ചിരിക്കുക. എങ്കിൽ പിന്നെ ഒരു പണി കൊടുക്കുക. ചിലപ്പോൾ അന്ന് രാവിലെ UDF-ന് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പോണവരായിരിക്കും ഇപ്പോൾ ചെല്ലുമ്പോൾ UDF-നെതിരെ ഒരു വാർത്ത കാണുമെങ്കിൽ പത്രത്തിലെ TV-യിലാണെങ്കിൽ എന്തിനാണെന്ന് പറഞ്ഞ ഒരു പണി UDF-ന് കൊടുക്കുക. അങ്ങനെ ചിന്തിക്കും LDF-ന്. ജനങ്ങളുടെ ആ ഒരു 5-10% വോട്ട് എപ്പോഴും ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും പൊതു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. പിന്നെ BJP ഒരു സൈലൻസ് ആണ് ഇപ്പോൾ പറയുന്നത്. BJP അവിടത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നാണ് കേൾക്കുന്നത്. ആരെങ്കിലും ഒരു ഡമ്മി കാൻഡിഡേറ്റിനെ പോലെ ആരെങ്കിലും മത്സരിച്ചില്ലെങ്കിൽ പിന്നെ അവർക്ക് വേറെ ആക്ഷേപം വരും. ആരാണോ ജയിക്കുന്നത്, തോക്കുന്ന പാർട്ടി പറയും BJP കൂടെ സഹായിച്ചിട്ടാണ് ജയിച്ചതെന്ന് പറയും. അതുകൊണ്ട് ഡമ്മി കാൻഡിഡേറ്റിനെ ചിലപ്പോൾ നിർത്താൻ സാധ്യതയുണ്ട്. പക്ഷേ BJP അതൊരു സീരിയസ് ഇലക്ഷനായി കാണുന്നില്ല. കാരണം അവിടെ അവർക്ക് ഒരു അങ്ങനെ ഒരു അപ്രകാരമുള്ള മണ്ഡലവും അല്ല. അവർ കൂടുതൽ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കാണ് അവരുടെ കോൺസെൻട്രേഷൻ. പക്ഷേ സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു 5% ആൾക്കാർ ഈ അവസാന നിമിഷത്തിലാണ് അവർ തിരഞ്ഞെടുക്കുന്നത് എവിടെ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും നമുക്കറിയാം കിറ്റ് വിതരണമായാലും കോവിഡിൻ്റെ ശേഷമായാലും പ്രളയത്തിന് ശേഷമൊക്കെ LDF സർക്കാർ അത് ലാക്കാക്കിക്കൊണ്ട് പലപ്പോഴും കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതിപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പും ഒക്കെ അവർക്ക് എങ്ങും ചെല്ലാൻ പറ്റാത്ത രീതിയിൽ അവരെ മൊത്തത്തിൽ ബ്ലാങ്ക് ആക്കിയിട്ടേക്കുന്നു. പക്ഷേ ഈ ഒരു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇത്തരത്തിലുള്ള ചില പൊടിവിദ്യകൾ, പൊടിക്കൈകൾ LDF പ്രയോഗിക്കുകയാണെങ്കിൽ അല്ല, ഒരു പൊടിക്കൈക്കൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളെ ചോദിച്ചോണ്ടാ ഞാൻ പറഞ്ഞു. പ്രകൃതി കയറി തിരിഞ്ഞു നിൽക്കുകയാണ്. ചിലപ്പോൾ കയറി ഒരു മിനി പ്രളയമൊക്കെ ചിലപ്പോൾ വന്നേക്കാം. പ്രളയം വന്നാൽ വീണ്ടും പിണറായിയുടെ സമയം തെളിയും. അതിനും കാരണമുണ്ട്. കഴിഞ്ഞ പ്രളയ സമയത്ത് മുണ്ടക്കൈ മല ദുരന്തത്തിൽ ഇപ്പോഴും ജനങ്ങൾ അവിടെ പ്രതിഷേധത്തിലാണ്. അവർക്ക് ഒരു വീട് ആവട്ടെ, അവർക്ക് വാടക പോലും കൊടുക്കാനില്ലാതെ അവർ ദുരന്തത്തിലാണ്. അത് ഇനി മുഖാമുഖം നിൽക്കുമ്പോൾ ഇനി എത്ര അല്ല. പക്ഷെ അതല്ല, അതെന്ന് പറയുന്നത് ആളുകൾക്ക് പിണക്കമുള്ളതെന്ന് പറഞ്ഞാൽ ദീർഘകാലത്തിലുള്ള ഒരു എന്താ തയ്യാറെടുപ്പും പുനരധിവാസത്തിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ മൊത്തത്തിലൊരു പ്രളയം വന്നെന്ന് വിചാരിക്കുക. കേരളം മൊത്തം പ്രളയം വന്ന പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ഉടൻ ചാനലുകളിൽ വരും, എല്ലാ ദിവസവും ബൈറ്റ് കൊടുക്കും, വേണ്ട ബഹളമായിരിക്കും, രക്ഷകനാവും, തോണിക്കാരനാവും, വേണ്ട ബഹളമായിരിക്കും. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്യും? മലയാളിയുടെ ഏറ്റവും വലിയ മരുന്ന് എന്താണെന്നറിയാവും? മറവിയാണ്. ഇന്നലത്തെ കാര്യം മറന്നുപോകും. പെട്ടെന്ന് അവൻ പുതിയ കാര്യം, പ്രത്യേകിച്ച് അവൻ എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം മറന്നുപോകും. അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് പ്രളയം വരികയാണെങ്കിൽ ചേട്ടൻ വീണ്ടും അടിക്കും, ഗോളടിക്കും. അപ്പോൾ അതൊരു സ്ഥിതിയിലാണ് ഇപ്പം നിൽക്കുന്ന കാര്യങ്ങൾ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അപ്പോൾ അതിനെ സ്വാധീനിക്കും. അതാ ഞാൻ പറഞ്ഞു, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നിൽക്കുമ്പോഴും മറ്റ് അനുകൂല സാഹചര്യങ്ങൾ വേറെ. കാരണം അതാ ഞാൻ വീണ്ടും പറഞ്ഞു, ഒരു വർഷമുണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, ഒരു വർഷമുണ്ട്. ഈ ഒരു വർഷം കൊണ്ട് അവർ കുറേ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഈ പൊടിക്കൈ എന്തെങ്കിലും ഇറക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് രണ്ടാം കോവിഡും ഇപ്പോൾ ഇങ്ങനെ ഇതടിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ കോവിഡും കൂടി ഒന്ന് അടിച്ച് കുറച്ചൊന്ന് സീരിയസ് ആയി പ്രളയവും കൂടെ ഒന്ന് അടിച്ചാൽ തീർച്ചയായിട്ടും ചേട്ടൻ ഗോളടിക്കും, തീർച്ചയായിട്ടും ഗോളടിക്കും.